Dear students, all of you are welcome to a class on measures of kurtosis. കഴിഞ്ഞ ക്ലാസ് വരെ നാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതേപോലെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്നീ മൂന്ന് ഭാഗങ്ങൾ വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് നാം പഠിക്കുന്നത് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് എന്ന ഭാഗമാണ്. നമ്മൾ ഒടുവിൽ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസി കേർവ് വ്യത്യസ്തമായ രീതിയിലാവാം അതിൻ്റെ ഷേപ്പ് എന്ന് കണ്ടു കഴിഞ്ഞു. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് ലെഫ്റ്റ് സൈഡിൽ വലിയ ലോങ് ടെയിലാവുന്ന രീതിയിലും റൈറ്റ് സൈഡിൽ ലോങ് ടെയിൽ വരുന്ന രീതിയിലും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിൽ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരാം എന്ന് നാം കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസ് വ്യത്യസ്ത തരത്തിലാവാം, ഡിസ്ട്രിബ്യൂഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായേക്കാമെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നാം പഠിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ, 1, 2, 3 ഡിസ്ട്രിബ്യൂഷൻ നോക്കിയപ്പോൾ അവ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ അവയുടെ എല്ലാറ്റിൻ്റെയും മീൻ മീഡിയൻ മോഡ് ഒരേപോലെ തന്നെയാണ്. മീൻ മീഡിയൻ മോഡ് ഒരേപോലെ തന്നെ. ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് evenly on either side of the center point. സെൻറ്റർ പോയിന്റിൻ്റെ ഇരുഭാഗത്തും ഫ്രീക്വൻസീസ് എല്ലാം ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. മീഡിയൻ ക്വാർട്ടൈലുകളിൽ നിന്ന് തുല്യ അകലത്തിലാണ്. അതേപോലെ ഷേപ്പ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാ രീതിയിലും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ, എങ്കിലും ആ ഡിസ്ട്രിബ്യൂഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായേക്കാം. എന്താണ് ആ വ്യത്യാസം എന്നാണ് നമ്മൾ ഈ മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് എന്ന ഭാഗത്തിലൂടെ പഠിക്കുന്നത്. ഇവിടെ സ്ലൈഡിൽ 3 കർവ് കാണാം, ഫ്രീക്വൻസി കർവ് കാണാം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ സെൻറ്റർ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ കർവിലും, ഇത് ഒന്നാമത്തെ ഈ കർവ് നോക്കൂ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൺലി, ഒരേപോലെയാണെന്ന് കാണാം. ഓക്കെ. അതേപോലെ രണ്ടാമത്തെ കർവ് നോക്കൂ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ തന്നെയാണ്. മൂന്നാമത്തെ കർവ് നോക്കൂ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 3 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും 3 ഫ്രീക്വൻസി കർവും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് എന്നർത്ഥം. ഓക്കെ. അപ്പോൾ പിന്നെ ഇവ തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും, ഇതിൻ്റെ ഹൈറ്റ് ഇവിടം വരെ നോക്കൂ വളരെ കുറവ്, തൊട്ടടുത്ത കർവിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, മൂന്നാമത്തെ കർവിൻ്റെ ഹൈറ്റ് വളരെ കൂടുതൽ, ഏറ്റവും കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാകാം. ആ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാകുമ്പോൾ ആ ഡിഫറൻസ്, ആ വ്യത്യസ്തതയെ സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ, മെഷർ നമ്മൾ കണ്ടുപിടിക്കും. ആ മെഷറിന് പൊതുവെ പറയുന്ന പേരാണ് എന്ത്? കർട്ടോസിസ്. ഓക്കെ. ഇപ്പോൾ കർട്ടോസിസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കർട്ടോസിസ് ഈസ് എ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ബൾജിനെസ് ഓർ പീക്ഡ്നെസ് ഓർ കോൺവെക്സിറ്റി ഓർ ഹംബ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ പീക്ഡ്നെസ്, ഉയർച്ച, സെൻട്രൽ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് മുകളിലോട്ടുള്ള ഹൈറ്റ്, ബൾജിനെസ്, പീക്ഡ്നെസ് ഓർ കോൺവെക്സിറ്റി ഓർ ഹംബ്, അതിനെയാണ് കർട്ടോസിസ് എന്ന ഗ്രീക്ക് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Kurtosis refers to the degree of peakedness, degree of bulginess
ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റീവ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോർമലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ് ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റിനെ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എ ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് എ റിലേറ്റീവ്ലി ഹയർ പീക്ക് ദാൻ എ നോർമൽ കർവ് ഈസ് കോൾഡ് ലെപ്റ്റോകേർട്ടിക്. ലെപ്റ്റോകേർട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നോർമലായിട്ടുള്ള ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ് അതിനേക്കാളും വളരെ കൂടുതലാണ് എങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കും ലെപ്റ്റോകേർട്ടിക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അത്തരത്തിൽ അതിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റ്നെസ് എന്ന് പറഞ്ഞ പരപ്പ്, ഫ്ലാറ്റ്നെസ് ഈസ് വെരി ലോ, വളരെ കുറവായിരിക്കും. ഏറ്റവും പീക്ഡ്നെസ് വളരെ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ച, ഹൈറ്റ്, ബൾജിനെസ്, പീക്ഡ്നെസ്, കോൺവെക്സിറ്റി വളരെ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പ് വളരെ കുറവാണ് എന്നർത്ഥം. ഓക്കെ, എ ഡിസ്ട്രിബ്യൂഷൻ ഹാവിങ് എ റിലേറ്റീവ്ലി ലോവർ പീക്ക് ദാൻ എ നോർമൽ കർവ് ഈസ് കോൾഡ് പ്ലാറ്റികേർട്ടിക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ് എത്രയാണോ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ് നോർമൽ ഹൈറ്റിനേക്കാളും കുറഞ്ഞ ആണ് ഒരു ഹൈറ്റ് വരുന്നതെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റിനേക്കാളും കുറവാണെങ്കിൽ അത്തരത്തിലുള്ള സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? പ്ലാറ്റികേർട്ടിക് എന്ന് വിളിക്കും. അപ്പോൾ പ്ലാറ്റികേർട്ടിക്കിലാകുന്ന സമയത്ത് ഹൈറ്റ് വളരെ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പ് വളരെ കൂടുതലായിരിക്കും. ഡിഗ്രി ഓഫ് ഫ്ലാറ്റ്നെസ് ഈസ് വെരി ഹൈ ഇൻ കേസ് ഓഫ് പ്ലാറ്റികേർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, and normal curve which is neither peaked nor flat topped is called mesocurtic. ഞാൻ പറഞ്ഞു ഈ ലെപ്റ്റോകേർട്ടിക്കും പ്ലാറ്റികേർട്ടിക്കും ഈ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണോ വളരെ കുറവാണോ എന്ന് കമ്പയർ ചെയ്യാൻ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേവിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പയർ ചെയ്യുന്നത്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ്, അതായത് വളരെ ഹൈറ്റ് കൂടുതലുമല്ല എന്നാൽ തീരെ ഹൈറ്റ് കുറവുമല്ല, അതിനിടയിലുള്ള ആ നോർമൽ ഹൈറ്റുള്ള കർവിനെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിനെ നമ്മൾ വിളിക്കുന്നതാണ് മെസോകേർട്ടിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ കർവ്, നേരത്തെ കണ്ട ആ കർവ്, 3 കർവുകൾ കാണാം. ഇതിൽ മിഡിലുള്ള ഇതാണ് ഈ നോർമൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സാധാരണ വേണ്ട, ഒരു നോർമലായിട്ട് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഈ മിഡിൽ കാണിച്ചിരിക്കുന്ന കർവ്. അതിനെയാണ് നമ്മൾ മെസോകേർട്ടിക് എന്ന് പറയുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ കർവിൻ്റെ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ കർവ്, ആ കർവിൻ്റെ ഹൈറ്റ് നോർമൽ കർവ്, നോർമലായിട്ട് വേണ്ട ഹൈറ്റിനേക്കാളും കൂടുതലാകുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കർവിനെയാണ് ലെപ്റ്റോകേർട്ടിക് എന്ന് പറയുന്നത്. അതേപോലെ ഈ നോർമലായിട്ടുള്ള ഈ കർവിനേക്കാളും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഈ കർവിനെ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പ്ലാറ്റികേർട്ടിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിൽ ആ കർട്ടോസിസുമായി ബന്ധപ്പെട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ഈ രീതിയിലാവാം. ഏതൊക്കെ? മെസോകേർട്ടിക് ആവാം, ലെപ്റ്റോകേർട്ടിക് ആകാം, പ്ലാറ്റികേർട്ടിക് ആകാം. ഓക്കെ, ഇനി ആ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെ കാണിക്കുന്ന മെഷർ, ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ്. അതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് എന്നാണ് വിളിക്കുക. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ്. ദി മെഷർ ഓഫ് കർട്ടോസിസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മൊമെന്റ്സ്. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ മൊമെന്റ്സ് എന്താണെന്ന്. മൊമെന്റുമായി ബന്ധപ്പെടുത്തിയാണ് കർട്ടോസിസിന്റെ മെഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫോർത്ത് മൊമെന്റ് ടു ദി സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് മൊമെന്റ്. നമ്മൾ നേരത്തെ ഫോർത്ത് മൊമെന്റ്, ഫസ്റ്റ് മൊമെന്റ്, തേർഡ് മൊമെന്റ്, സെക്കൻഡ് മൊമെന്റ് എന്നെല്ലാം μ1, μ2, μ3, μ4 എന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കർട്ടോസിസിന്റെ മെഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ഉപയോഗിച്ചാണ്? അല്ലെങ്കിൽ കർട്ടോസിസിന്റെ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ദി റേഷ്യോ ഓഫ് ഫോർത്ത് മൊമെന്റ് ടു ദി സ്ക്വയർ ഓഫ് സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് കർട്ടോസിസ് ഈസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ. എന്താണ്? μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ ആണ് കർട്ടോസിസിന്റെ മെഷർ എന്ന് പറയുന്നത്.
കർട്ടോസിസിനെ സൂചിപ്പിക്കുന്ന കർട്ടോസിസിന്റെ വാല്യൂവിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇത്. β2 എന്നാണ് ഇത് വായിക്കുക. β2 ഈസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ. ദിസ് ഫോർമുല ഈസ് ഡെവലപ്ഡ് ബൈ കാൾ പിയേഴ്സൺ. ഓക്കെ, ഇപ്പം നോക്കൂ, ഇനി ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ്. ഇഫ് β2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദി മെഷർ ഓഫ് കർട്ടോസിസ് ഈസ് 3, ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെസോകർട്ടിക്. വാല്യൂ 3 ആണെങ്കിൽ അതെന്താ? മെസോകർട്ടിക് ആണ്. ഇഫ് ദി വാല്യൂ ഓഫ് കർട്ടോസിസ് മീൻസ് β2 ഈസ് ഗ്രേറ്റർ ദാൻ 3, ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് leptocurtic. Okay, and when the value of β2 is less than 3, the distribution is platykurtic. അപ്പോൾ മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് അല്ലെങ്കിൽ β2 അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ നൽകാൻ സാധിക്കും. 3 ആണെങ്കിൽ അത് മെസോകർട്ടിക് ആണ്, 3ൽ കൂടുതലാണെങ്കിൽ ലാപ്റ്റോകർട്ടിക് ആണ്, 3ലും കുറഞ്ഞ വാല്യൂ ആണ് വരുന്നത് എങ്കിൽ പ്ലാറ്റോകർട്ടിക് എന്നർത്ഥം. ഓക്കെ, ഇത്രയാണ് നമുക്ക് കർട്ടോസിസ് എന്ന ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഞാനൊരു പ്രോബ്ലം മാത്രം കർട്ടോസിസിൻ്റെ ആ വാല്യൂ മെഷർ ഓഫ് കർട്ടോസിസ് അല്ലെങ്കിൽ β2 കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതായത് β2 ഈസ് ഈക്വൽ ടു μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ ആണ്. ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. μ4ഉം μ2 എല്ലാം കണ്ടുപിടിക്കുന്നത് വിശദമായി പഠിച്ചത് കൊണ്ട് തന്നെ മെഷർ ഓഫ് കർട്ടോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ പ്രോബ്ലം മാത്രം നാം ചെയ്യുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഫസ്റ്റ് 4 മൊമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് ഫ്രീക്വൻസി. ഫസ്റ്റ് 4 മൊമെന്റ്സ് കാണാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതായിരിക്കും, ഒരുപക്ഷെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്താ നോക്കൂ. പിന്നെ ഓൾസോ ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കർട്ടോസിസ്. കർട്ടോസിസിന്റെ ന്യൂമറിക്കൽ വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് μ1 μ2 μ3 കണ്ടുപിടിച്ച് കിട്ടി. മെഷർ ഓഫ് കർട്ടോസിസ് μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ 2.44. അപ്പോൾ 2.44 എന്ന് പറഞ്ഞാൽ 3ൽ കുറവാണ്, അതുകൊണ്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് പ്ലാറ്റിക്കർട്ടിക്. ഓക്കെ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത മൊഡ്യൂൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.